ഇന്നലെ കണ്ടപ്പോ പറഞ്ഞിരുന്നില്ലേ, വെറുതെ പോലും ശേഖരേട്ടൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ജാഗ്രതയിലെ ഒരാഴ്ചത്തെ ഫോൺ കോൾസ് ഔട്ട് ഗോയിങ് അതൊന്ന് പ്രത്യേകം സ്ക്രൂട്ടനൈസ് ചെയ്യണമെന്ന് ചെയ്തു. ഇതാ ഇതിലുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ മുഴുവൻ ഫോൺ കോൾസിന്റെ ലിസ്റ്റ്. ആ റെഡിംഗ് മാർക്ക് അല്ലേ സാർ? കൊല്ലപ്പെട്ട അതേ ദിവസം ശേഖരേട്ടൻ ഓഫീസിൽ നിന്ന് ആദ്യം പുറത്തുപോയിന്ന് ഉദ്ദേശം പറയപ്പെടുന്ന സമയത്തിന് തൊട്ടു മുൻപ്, അല്ലെങ്കിൽ അതിനുശേഷം ഉടൻ ദാ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോൾ പോയിട്ടുണ്ട്. ജാഗ്രത. പിന്നെ സത്യം പറയാമല്ലോ എന്റെ ഫിറോസ് സാറേ, വിളിച്ചത് ഞാൻ തന്നെയായി സൈഡ്ജിയെ. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോ നിങ്ങളുടെ ഈ CID സ്റ്റൈലിലുള്ള അന്വേഷണം, ഒരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന പോലുള്ള ഒരു ചോദ്യം ചെയ്യല്, ഇതൊക്കെ ഭയങ്കര ചീപ്പായി പോയി സാറേ. ശരിക്കും പത്രഭാഷയെ പറഞ്ഞാല് അങ്ങേയറ്റം അപലപനീയം. അല്ല, ഇതിപ്പോ ബുദ്ധി മൂളെ ഉറക്കാത്ത പോലീസുകാർ മാത്രമല്ല, ബുദ്ധി ഉറച്ചൂന്ന് ഞെളിയുന്ന ചില പത്രക്കാരും കൂടെ ഈ മണ്ടത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നല്ലോ എന്ന് കാണുമ്പോഴാ കഷ്ടം. അല്ലേ മിസ്റ്റർ നന്ദൻ? അതെ, സേട്ടുവിനെ വിളിച്ച താനാണെന്ന് സമ്മതിച്ചാൽ മാത്രം പോരാ, വിളിച്ചത് എന്തിനാണെന്ന് കൂടെ പറയണം. ഇപ്പൊ നിങ്ങൾ ഈ ചോദിച്ചോണ്ടല്ലോ എന്തിനാ വിളിച്ചതെന്ന്, അതിന്റെ ഉത്തരം പോലീസല്ല, സാക്ഷാൽ സുപ്രീം കോടതി വിളിച്ച് ചോദിച്ചാലും ശരി, കമാന്നൊരു അക്ഷരം മിണ്ടാതിരിക്കാം ഒരു ജേർണലിസ്റ്റിന്. എന്താ, അങ്ങനെ ചില അവകാശങ്ങളും കൂടെ ഉണ്ടല്ലോ നമ്മുടെ ഈ വർഗത്തിന്, ഇല്ലേ നന്ദഗോപാൽ സാറേ? കേട്ടോ ഫിറോസ് സാറേ, വേണ്ട ഈ 1.25 ചക്രത്തിന്റെ പത്രപ്രവർത്തനം മാത്രമല്ല, മറ്റു ചില മാന്യമായ ഇടപാടുകളും കൂടി ഉണ്ട് ഈ അരവിന്ദന്. കേട്ട് കാണും. സുഷമ ഓവർസീസ് ലിങ്ക്സ് എക്സ്പോർട്ട് കമ്പനി, ഞാൻ പാർട്ട്ണർ, സുഷമ മാനേജിംഗ് പാർട്ട്ണർ. ഓ, അങ്ങനെ ഒരു. അതെ, നിങ്ങളുടെ ഈ ഒറ്റ ഫോൺ കോൾ മാത്രമൊന്നുമല്ല, കമ്പനിയുടെ ഓരോ ആവശ്യത്തിന് ചിലപ്പോൾ വാരത്തിലൊരു 4-5 തവണയെങ്കിലും ബന്ധപ്പെട്ടെന്നിരിക്കും ഞങ്ങൾ ഈ സൈഡ്ജിയുമായിട്ട്. മിക്കവാറും സുഷമ, ചിലപ്പോ ഞാനും. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളെ പലതും ഉണ്ട് ഞങ്ങൾ തമ്മിൽ. എന്താ, ഇനി അതിനും കൂടെ വല്ല തെളിവും തരണമായിരിക്കും ഇദ്ദേഹത്തിന്. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു 2 മിടുക്കന്മാര്. പറഞ്ഞു രക്ഷപ്പെടാൻ മിസ്റ്റർ, പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ സിറ്റിയിൽ ഒരു സീനിയർ പത്രപ്രവർത്തകൻ അരവിന്ദൻ. ചുമ്മാ എന്റെ ദേഹത്ത് കയറി കൈവച്ചാലുണ്ടല്ലോ തൊപ്പി തെറിപ്പിക്കും ഞാൻ സാറിന്റെ. വിട്ടേരുടെ അയാളെ പറഞ്ഞില്ലേ, സിറ്റിയിലെ ഈ സീനിയർ പത്രപ്രവർത്തകനെ പോലീസുകാർ കൈവച്ചു ഒന്ന് പുറത്തെങ്ങാനും അറിഞ്ഞു പോയാൽ പിന്നെ അതൊരൊറ്റ കാരണം മതി തന്റെ തൊപ്പി എറിയാൻ, അല്ലേ അരവിന്ദൻ? അങ്ങനെ പറഞ്ഞു കൊടുക്ക്. മാറിയിക്കടോ. പത്രപ്രവർത്തകനെ പോലീസ് കുത്തിപ്പിടിച്ചാലേ ഉള്ളൂ സെൻസേഷൻ. ഒരു പത്രപ്രവർത്തകന് മറ്റൊരു പത്രപ്രവർത്തകനെ ഇങ്ങനെ കുത്തിപ്പിടിക്കാം, ഏറിയാൽ അതൊരു വീട്ടുവഴക്ക്, അതല്ലെങ്കിൽ ഒരു പെറ്റി കേസ്. ഇനി അതിലും കടന്നാൽ ഒരു ബോക്സ് ന്യൂസ്, അത്രയ്ക്ക് വരാനുള്ളൂ ഇതുകൊണ്ട്. ആൻഡ് അബ്സല്യൂട്ട്ലി നോ സെൻസേഷൻ. ഒരുത്തന്റെ ഒരു തൊപ്പിയും തെറിക്കാൻ പോണില്ല ഇതുകൊണ്ട്. എന്താ, അവന്റെ സുഷമ ഓവർസീസ് ലിങ്ക്സ്, അവന്റെ അച്ചിയുടെയും കൊടുക്കൽ വാങ്ങല് കണ്ടില്ലേ? നിന്റെ കുടുംബത്തെയും നിന്റെ സുഷമയുടെ മറ്റേ ലിങ്ക്സിന്റെയും കഴിഞ്ഞ 6 മാസത്തെ ടെലിഫോൺ ബിൽസിന്റെ കോപ്പി ആയതില് ഇതിലൊരൊറ്റ കോൾ പോലും വിളിച്ചിട്ടില്ല നീ നിന്റെ അച്ഛയും ആ സേട്ടിന്റെ ഒരു നമ്പറിൽ പോലും. സമ്മതിച്ചോടാ? മൂളുണ്ടോടാ പോലീസുകാർക്ക്? എന്തിനാ നീ സേറ്റ് വിളിച്ചത്? അത് സുഷമയ്ക്ക് ഒരു പുതിയ മാരുതി വേണമെന്ന് പറഞ്ഞ് അവള് വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോ ഫൈനാൻസിന് വേണ്ടി വിളിച്ചാ ഞാൻ ഈ സേറ്റിയെ. സത്യം. അല്ല സാറേ, ചിടുങ്ങാതെ പോവാൻ പറഞ്ഞിട്ടില്ല. എന്താ വിശ്വാസം വരുന്നുണ്ടോ തനിക്ക് ഇവൻ ഈ പറഞ്ഞത് കാർ ലോണിന്റെ? നോ സർ. ബട്ട് ദെൻ ദിസ് ഫെല്ലോ ഈസ് എ ബോൺ ലയർ. വെറുതെ ഈ ഫോൺ കോൾസിന്റെ മാത്രം ബേസിസിൽ ഇവനെ പിടിച്ച് ചോദ്യം ചെയ്യാൻ ഒരു വാറന്റ് വേണമെന്ന് താൻ ആവശ്യപ്പെട്ടാൽ ഐ ഡോണ്ട് തിങ്ക് എനി കോർട്ട് ഓഫ് ലോ വിൽ എന്റർടൈൻ ദാറ്റ്. സോ നാളെ രാത്രി തന്നെ നമ്മൾ പറഞ്ഞുറപ്പിച്ച സാധനങ്ങൾ പുറംകടലിൽ എത്തിച്ചു തരും ഈ ആണ്ടവൻ. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് എനി മോർ. ജി, പിന്നെ മംഗലാപുരം വരെ കൂട്ടത്തില് ഞാൻ ആണ്ടവനെ കൂടെ വിട്ടുതരാം, നിനക്കൊരു ഉറപ്പിന്. എന്താടാ, സന്തോഷമാവില്ലേ നിന്റെ ബഡാ ഭായ് അശ്വിൻ പട്ടേലിന്? वो तो एकदम खुश हो जाएगा. अबे धनुष, अरे तू कब आए बेटे? शाम को सेठ जी. अरे बोलो बेटे, अपन को क्या क्या लाया है तुमने मम्मी से? മതിയടോ, നിർത്ത്. എന്തായി, ഇവന്റെ പരാതി എഴുതി ഏൽപ്പിച്ചോ സഭാപതിയുടെ കയ്യില്? जी. ഇനി എന്റെ ഒരു കവറിംഗ് ലെറ്റർ കൂടി വാങ്ങിച്ചു വെച്ചിട്ട് നാളെ തന്നെ CM-നും ഹോം മിനിസ്റ്റർക്കും DGP-ക്കും നേരിട്ട് എത്തിച്ചു കൊടുക്കണം. കംപ്ലൈന്റിന്റെ കോപ്പി തന്റെ PA-യുടെ കയ്യില് വിളിച്ചു പറഞ്ഞോളാം ഞാൻ. ആ നന്ദനും ഫിറോസും ചേർന്ന് നിന്റെ ജീവനും സുരക്ഷയ്ക്കും പോലും ഭീഷണി ഉണ്ടാക്കുന്നു, സംരക്ഷണം വേണം എന്നൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ വക്കീല്? ചേർത്തു. പക്ഷെ കേട്ടോ വിശ്വേട്ടാ, അവന്മാരെ എന്നെ കുത്തിപ്പിടിക്കുന്നതിന് പകരം ചുമ്മാതെ അങ്ങ് വിളിച്ചിരുത്തിയതേ ഇതുപോലൊരു 4 ലാർജ് ഒഴിച്ചു തന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ
അറിയാവുന്നല്ല നല്ല കിളി കിളി പോലെ പറഞ്ഞു പോയനെ ഞാൻ. സത്യം വിശ്വേട്ടാ, അവന്മാർക്ക് എന്റെ വെള്ളത്തിനോടുള്ള വീക്ക്നെസ് അറിയാമെങ്കിലുണ്ടല്ലോ പിന്നെ തീർന്നു, നശിച്ചു. അപ്പൊ അങ്ങനെ ഒരു അപകടം ഇനി ആയാലും സംഭവിക്കാൻ നിനക്ക് അല്ലേടാ? അല്ല വിശ്വേട്ടാ, ഞാൻ പേടിക്കാതെടാ. ആണ്ടവൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് ഇന്ന് രാത്രി വണ്ടിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് വെക്കാൻ പറയണവന്. എങ്ങോട്ട്? തൽക്കാലം നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ആരും അറിയാതൊരു മുങ്ങല്, അതാ ബുദ്ധി. വിശ്വേട്ടാ, അതേടാ. എന്നിട്ട് സീനിയർ ജേർണലിസ്റ്റ് അരവിന്ദൻ മിസ്സിംഗ് എന്ന് പത്രങ്ങളെ കൊണ്ട് എഴുതിക്കും വിശ്വനാഥൻ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമ്പോ ഒന്ന് വിറയ്ക്കും നന്ദഗോപാലും ഫിറോസും. വിറയ്ക്കണം, നിന്നെ ഉപദ്രവിച്ചതിന്. വേണ്ടേടാ? വേണം. ദാ കഴിക്ക്. വേണ്ട വിശ്വേട്ടാ. കഴിക്കടാ. അപ്പൊ ഇന്ന് രാത്രി തന്നെ ഏതെങ്കിലും ട്രെയിൻ, കേട്ടല്ലോ? സോറി. മൈ ഗോഡ്, എപ്പോ ഫിറോസ്? എവിടെ? Damn it. ഞാൻ ദാ പുറപ്പെട്ടു കഴിഞ്ഞു. വരണം സർ. വിപിൻ, come. യെസ് ബോസ്. എന്താടോ? ഓ, സംഭവം കഴിഞ്ഞിട്ട് ഇതിപ്പോ കുറഞ്ഞ ഒരു 5-8 മണിക്കൂറെങ്കിലും ആയി കാണും സാർ. ആളൊഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ആരുടെയും കണ്ണി പെട്ടില്ല. പിന്നെ ഇതിപ്പോ കയ്യോ കാലോ ഏതാണ്ട് ഒരു കഷ്ണം പട്ടി അടിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ട് ആരാണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴാ നമ്മൾ വിവരം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ വണ്ടി കയറി ഇറങ്ങി 4-5 തുണ്ടമായി പോയി സാറേ. പക്ഷെ തിരിച്ചറിയാൻ എളുപ്പമാ. മോന്ത ക്ലീൻ. ഷട്ട് അപ്പ് യു. നോക്കി നിൽക്കാതെ വലിച്ചു പൊക്കടോ. But Vipin, you have to get me some more detailed prints. അതെ, കുരുവിത്തടം. എന്നത്തിന്? എന്റെ തമ്പുരാനെ കാത്തു. പിന്നെ പത്രമാഫീസ്. എടോ സഭാപതി, പോലീസിന് എല്ലാത്തിനാണോ പേടി? പത്രമാഫീസിലല്ല, എവിടെ വേണേ കയറി പിടിക്കാലോ പോലീസിന്. താൻ ധൈര്യമായിട്ട് പോരെ. ബേവിച്ചലാ പറയുന്നത്. വാ. പിന്നെ ആ സപ്ലിമെന്റിന്റെ മാറ്ററോടെ ഒന്ന് റെഡിയാക്കണം, കേട്ടുല്ലോ? എടോ അമ്പലവാസി, എടോ വാറ്, തന്റെ മറ്റവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോണത് തന്റെ നന്ദഗോപാലിന്. ഇപ്പോഴേക്ക് എത്തും പോലീസ്. എന്തിന്? എടോ, മറ്റേ അരവിന്ദൻ ചത്തില്ലേ, അതുമായിട്ട് ഏതാണ്ട് ഇടപാടുണ്ടെന്ന് ഇയാൾക്ക്. ഈശ്വര. ചെല്ലടോ, ചെന്ന് ഇറക്കിക്കൊണ്ട് വാ ആ തെണ്ടിയെ. നന്ദൻ, എന്താ മാഷ്, എന്തു പറ്റി? നന്ദൻ പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം. എന്തിന്? യെസ്, കമൻ. ബുദ്ധിമുട്ടാവുന്നറിയാം, പക്ഷെ നിങ്ങൾ എന്നോടൊന്ന് വരണം. അല്ല, കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. സർ, മരിച്ചു പോകുന്നതിന് മുമ്പ് മിസ്റ്റർ അരവിന്ദൻ നിങ്ങൾക്കെതിരെ എഴുതി കൊടുത്ത പരാതിയുടെ കോപ്പി അത് നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പോലീസിനെ നിങ്ങളെ ചോദ്യം ചെയ്യണം. ദാ വാറണ്ട്. ബോസ്, കം. അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോ മാറോ? മാറി നിൽക്കണോ? മാറാൻ. സാർ, കേരളം. ഇഡിയറ്റ്, അവിടെ നിർത്തവനെ. അവന്റെ ഒരു സാറ്.
ഇവനെ വിലങ്ങ് വെച്ചിറക്കി കൊണ്ടുവരാനല്ലോ പറഞ്ഞു വെച്ചത് തന്നെയൊക്കെ. സർ ഇദ്ദേഹം ഇദ്ദേഹം എന്ന് വിളിക്കാൻ ഇവൻ ആരാടോ? ഈ തെണ്ടി തന്റെ DGP യോ അതോ തന്റെ വെക്കണോ വിലങ്ങ്? സർ കൈയെടുക്കണം മിസ്റ്റർ. അയ്യോ എങ്ങനെ? ദായി കൈ ഒന്ന് എടുക്കണം പ്ലീസ്. ഒരുത്തന്നെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളി വെച്ച് നിന്ന് ഉത്തരവിടുന്നുള്ള പട്ടി. നോക്കി നിൽക്കാതെ വിലങ്ങ് വെക്കണോ? കൈ എടുക്കണം പൊന്നു. നിങ്ങൾ എന്തോ ശാന്തമായി കാണിക്കുന്നത്? ഇതൊരു പത്രസ്ഥാപനമാണ്. കിളവ പഠിപ്പിക്കുന്നോളാ. അടിച്ചു ഒതുക്കണായി പട്ടിയെ. വിലങ്ങി വെക്കണായി പട്ടിയെ. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? തല്ലരുത്. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? വടക്കലി വേണ്ട നിർത്താൻ. അന്വേഷണം കണ്ടവന്റെ നെഞ്ചത്തൊട്ട് കയറ്റം എന്നിട്ട് ഒടുക്കന്റെ ഗതികേടും എന്റെ പത്രത്തിന്റെ മാനമാ താനിന്ന് കെട്ടി കളഞ്ഞത്. അറിയാമോടോ സ്റ്റുപ്പിറ്റ്. ഒന്ന് മാറിക്കേ. മാറ് മാറ്. പോട്ടെ നന്ദൻ, ടേക്ക് ഇറ്റ് ഈസി. I'll talk to the old man. He'll listen to me. കൂട്ടത്തിലൊരുത്തനെ തല്ലിച്ചതയ്ക്കുന്ന കണ്ടിട്ടൊന്ന് എതിർക്കാൻ ഒന്ന് നാവ് പൊന്തിക്കാനുള്ള തന്റെ ഇടം പോലും ഉണ്ടായില്ല ഒരുത്തനും. വർഗബോധമുള്ള ഒരൊറ്റ പത്രപ്രവർത്തനം ഉണ്ടായില്ലേ കൂട്ടത്തില്? ഈ പാവം വാരിയൊഴിച്ച് അല്ലേ? കഷ്ടം. എടോ വഴക്കാലി സർ, അറിയാലോ കേരളരശ്മി ഡയറക്ടർ എന്ന നിലയിൽ ഹി ഈസ് മൈ സബ്ജക്ട്. ഇവരെയൊക്കെ പോലെ തന്നെ എന്റെ പ്രജയാണ് ഇയാളും സർ, ഈ നന്ദനും സർ. സോ ഡോണ്ട് ഡു എനി മോർ ഹാം ടു ഹിം. ഇനി തൊട്ടുപോകരുത്, കേട്ടില്ലേ സർ? I'll take care of you. വരട്ടടോ. നോക്കി നിൽക്കാതെ വലിച്ച് കേട്ടടോനെ. സോ ആസ് ഐ എക്സ്പ്ലെയിൻഡ്, അതാണ് പോലീസിന്റെ സ്റ്റാൻഡ്. നന്ദഗോപാലന്റെ അറസ്റ്റ് തികച്ചും ന്യായയുക്തമാണ്. ആവശ്യമായ തെളിവുകളെല്ലാം പോലീസിന്റെ പക്കലുണ്ട്, ആവശ്യമായ രേഖകളുണ്ട്. ആൻഡ് വി ആർ പ്രൊസീഡിംഗ് വിത്ത് ദ കേസ്. ബട്ട് മിസ്റ്റർ സഭാപതി, ഈ അറസ്റ്റിന്റെ പ്ലീസ്, 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടിപ്പോ 45 മിനിറ്റ്സ് കഴിഞ്ഞു നമ്മള്. അല്ല DIG, നന്ദഗോപാലിനെ ഹീനമായി മർദ്ദിച്ചതിന്റെ പേരില്. പ്ലീസ്. ഭാസ്കരൻ എന്നല്ലേ? കീഴൂർ ഭാസ്കരൻ? അതെ, നമ്മുടെ ചന്ദ്രൻപിള്ളാണ്ടന്റെ പത്രം സന്ധ്യാമൊഴി ഇപ്പൊ വീണ്ടും തുടങ്ങി, റൈറ്റ്? അതെ. അപ്പൊ അണ്ണനോട് പറയണം, നമ്മൾ വൈകിട്ട് കാണുന്നു വിശ്വട്ടന്റെ ഗസ്റ്റ് ഹൗസിൽ, ബീച്ച് ഗസ്റ്റ് ഹൗസിൽ. അവിടെ വിളമ്പാം ബാക്കി ഡീറ്റെയിൽസ്, റൈറ്റ്? അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്. എന്താ മോളിവിടെ? ഇരിക്കിരിക്കി. ഷോ, ഈ ഹോട്ട് കേക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ മോളെ, ശരിക്കും അതാ സാധനം ഈ നന്ദഗോപാൽ. എന്റെ അമ്മേ, ഇതേ കണ്ടില്ലേ? ഒരുമാതിരി ടൈം ബോംബ് എടുത്തു വെച്ച് കൊടുത്തതുപോലെ ഇപ്പൊ അയാളുടെ അറസ്റ്റ്. സർ, ഞാൻ പറഞ്ഞാട്ടെ മോളെ, എന്താ വിശേഷിച്ച്? സർ, ഞാൻ 2 തവണ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓ യെസ്, മറ്റേ ബെയിലിന്റെ പ്രശ്നം നന്ദഗോപാലിന്റെ. മോള് രണ്ടാമതും വിളിച്ച് ഫോണിങ് വെച്ച് അപ്പൊ തന്നെ DGP ഞാൻ വിളിച്ചു ചോദിച്ചു. സർ, ജാഗ്രത ശേഖരന്റെ മോൾ എന്നെ മറ്റേ ലൈനിൽ ഹോൾഡ് ചെയ്യുന്നു, നന്ദഗോപാലിനെ ജാമ്യത്തിലെടുക്കാൻ ചോദിക്കുന്നു, വിട്ടോട്ടെ എന്ന്. ഫോണിൽ കൂടി എനിക്കിട്ട് ഒറ്റ ആട്ടാ DGP.
സർ പ്ലീസ് എനിക്ക് നന്ദനെ മോളെ ദേ നോക്ക്, ഇനി അങ്ങോട്ട് അധികം കയറി ഇൻവോൾവ് ആകരുത് മോളി നന്ദന്റെ കേസിൽ. അത് അപകടമാകും. മാത്രമല്ല ഇപ്പൊ തന്നെ പത്രക്കാരുടെ ഇടയിൽ അനാവശ്യമായ ഒരു ടോക്കുണ്ട് മോളെ നന്ദനെ കൂട്ടിയിട്ട്. വാട്ട് ഡു യു മീൻ സർ? കുഞ്ഞെ ദേ മരിച്ചുപോയ മോളുടെ ഡാഡിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയെന്ന് കരുതിയാ മതി ഈ അങ്കിള്. അതായത് പത്രമാഫീസറാ, ഡൽഹിന്നാ, അങ്ങ് മറ്റിടത്തുനിന്നൊക്കെ പറഞ്ഞ് പറ്റിക്കൊടുത്ത ചില സുന്ദര കുട്ടപ്പന്മാരുണ്ടല്ലോ, അവന്മാർ റാസ്കൽസ് ചക്കരെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ അവന്മാരുടെ കാര്യം സാധിച്ചേച്ച് പുക്കൊന്നൊരൊറ്റ പോക്കങ്ങ് പോവും. കൊടുക്കന്തേ നാട്ടി കിടക്കുന്ന നമുക്ക് മാത്രം അതിന്റെ പേര് ദോഷം, മനസ്സിലായില്ലേ? സർ പ്ലീസ് സ്റ്റോപ്പ് ദിസ്. അയ്യോ ദേ മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുട്ടിയുടെ പ്രായത്തുള്ള ഒരു മോള് അങ്കിളിനോണ്ട് വീട്ടില്, അതുകൊണ്ടാ അങ്കിള്. അറിയാം, അപ്പനോടുള്ള സ്വീറ്റ് റിവെഞ്ച് തീർക്കാൻ 19 വയസ്സിനുള്ളിൽ 2 അബോർഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തേന് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു മോള് ഈയുടെ ബുക്ക് സ്റ്റാളിൽ കണ്ടപ്പോ. സർ പ്ലീസ്, ഔദാര്യമായിട്ടല്ല, നന്ദന്റെ ഒപ്പം ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞ പെൺകുട്ടി എന്ന നിലയിൽ ഒരവകാശമായിട്ട് ചോദിക്കാൻ ഞാൻ. നന്ദനെ ഒന്ന് കാണാനെങ്കിലും അനുവദിക്കോ നിങ്ങൾ എന്നെ? അവള് പോലീസിനെ ഭരിപ്പിക്കാനൊക്കെ ഇരിക്കുന്നു തന്തയുടെ ബാക്കിയായിട്ട്. എടീ കൊച്ചേ, ദേ ഇനി ഇവിടെ നമ്പർ കാണിച്ചാലുണ്ടല്ലോ ചവിട്ടിയെടുത്ത് നിന്നെ പുറത്തോളം ഞാൻ. ഇല്ല മിസ്റ്റർ സഭാപതി, അതിന് പോകുന്ന ആണത്തൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു കാലത്തും. സിൻസ് യു ആർ എ ഡർട്ടി സ്പൈൻലെസ് വേം. മറക്കണ്ട, നന്ദനെ കള്ളക്കേസിൽ കുടിക്കിയതിനും ഇപ്പോഴത്തെ ഈ ഇൻസൾട്ടിന് ഇഞ്ചുറിക്കും എല്ലാം ചേർത്ത് സഭാപതി കണക്ക് പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. യു ക്യാൻ സ്റ്റാർട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ്.